എനിക്കിത് പറഞ്ഞു പ്രിപ്പയർ ഒന്നും എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്താ വെച്ചാല് ലീഗിനെ കുറിച്ചിട്ടാണ്, മുസ്ലിം ലീഗിനെ കുറിച്ച്. എന്റെ പാർട്ടി ഒന്നുമല്ല, എന്റെ പാർട്ടി അല്ലാതെ മാത്രമല്ല എനിക്ക് ദേഷ്യം തോന്നേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പ്രാദേശിക തലത്തിലട്ടാ, സംസ്ഥാന തലത്തിലല്ല, പ്രാദേശിക തലത്തിലൊക്കെ വിയോജിപ്പ് തോന്നേണ്ട സൗണ്ട് കുറച്ചേ വിയോജിപ്പ് തോന്നേണ്ട സംഗതികളുണ്ട്. എന്നാൽ കൂടി തന്നെ ദേശീയ തലത്തിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇതുവരെ ലീഗിനെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാത്തൊരു ഫേസ്ബുക്ക് പേജാണ് എൻ്റെ പേജ്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 51 വീട് ഇന്നലെ വയനാട് കൈമാറി. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കാം. സന്തോഷം തോന്നിയ സംഗതി വെച്ചാൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് വീട് കൊടുത്തു, മുസ്ലിം 51 വീട് കൊടുത്തു. സാദിഖ് അലി ശേഖർ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇങ്ങനെ എന്നിട്ട് സംസാരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അവസാന സംസാരത്തിന്റെ ഇടയിൽ വിടറി പോവാണ്, സങ്കടമാണ്. അപ്പൊ അതിന്റെ തൊട്ടടിയിൽ വേറൊരു ചാനലിന്റെ പേര് പറയല്ല, കാരണം വെച്ചാൽ അതിന്റെ അടിയിൽ ഏറ്റവും വലിയ വിദ്വേഷവും അതുപോലെ തന്നെ ചേരിതിരിവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ചാനൽ, ഇത്ര നല്ല സുന്ദരമായിട്ടുള്ള ഒരു മാതൃക കേരളത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഒരു വാർത്താ പേജിലില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലടക്കം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇയാളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി തന്നെ ഞാൻ പറയാണ്, അത്രത്തോളം ആളുകളുടെ ഉള്ളിൽ ഇമ്പാക്ട് ഉണ്ടാക്കണം. ഒരു നന്മ ചെയ്യുമ്പോഴേക്കും നമ്മൾ ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലേ മത്സരിക്കേണ്ട അവസരം അല്ലെ? ബിനീഷ് കോടിയേരി അഭിനന്ദിച്ചിട്ടുണ്ട്, കുറെ പേര് അഭിനന്ദിച്ചിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ഒരു ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കൂടിയാണിത്. കേരള സംസ്ഥാനത്തിന്റെ അകത്ത് നടക്കുന്ന ഏറ്റവും ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തിയാവുമ്പോ കേരള ജനതയും കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങളൊക്കെ അതില് ഭാഗമാക്കാവുന്ന. തീർച്ചയായും ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടതിൽ ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ആ പോസ്റ്റിന്റെ അടിയിൽ കമന്റുകൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഗതി ഉണ്ട്, എന്താ അറിയോ? ഇത് വേണമെങ്കിൽ ഇവർക്ക് ഇലക്ഷന് മുമ്പ് ചെയ്യാമായിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സാധനം, ഇലക്ഷന് മുമ്പ് ചെയ്യാമായിരുന്നു. അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇത് ഒരു തരത്തിലും അവര് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കണില്ല എന്നുള്ളതാണ്. വളരെ സൈലന്റ് ആയിട്ട് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയാലും പിന്നെ അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളായാലും ലീഗിന്റെ മുതിർന്ന നേതൃത്വമായാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ നിശബ്ദമായിട്ട് അവർ ക്യാമറ കണ്ണുകളിൽ നിന്നൊക്കെ മാറി ഒഴിഞ്ഞു മാറി നിറ കണ്ണുകളോടെ വളരെ വികാര നിർഭരമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു അത്. കണ്ടു നിന്ന ആളുകൾക്കൊക്കെ ഭയങ്കര. അപ്പൊ ഇത് പറയണം, ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു നീതികേട്, അല്ലെങ്കിൽ ഞാനിത് യൂസ് ചെയ്യുന്ന എന്നോട് ചെയ്യുന്ന നീതികേടാണ്. വേറൊരു രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ ഇടപെടില്ല. അപ്പൊ ഞാൻ പറയില്ല, ഇലക്ഷന് മുമ്പ് പോലും ചെയ്യാതിരുന്ന ഇലക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോ അതിന്റെ ഗുണഭോക്താക്കൾക്ക് അതിന്റെ സത്യസന്ധമായുള്ള സാധനം കിട്ടണം എന്നുള്ള അടിസ്ഥാനത്തിൽ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ ഞാനത് പറയാതെ പോയി കഴിഞ്ഞാല് മുസ്ലിം ലീഗ് ബിഗ് സല്യൂട്ട് അത് പറയാനുണ്ട്.